ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ എഗ് റൈസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉള്ളി ഇടാം, ഉപ്പിടാം, ഇതുപോലെ ഗ്രീൻ ചില്ലി ഇടാം, പിന്നെ നമുക്ക് മുട്ട ഒഴിച്ച് പൊട്ടിക്കണം. ഞാനിവിടെ ഒരു 4 മുട്ട എടുക്കുന്നുണ്ട്. നമുക്ക് ഈ 4 മുട്ടയും കൂടി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടു. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാൻ വേണ്ടി ഒരു കുക്കറിനകത്തേക്ക് കുറച്ച് ഉപ്പും ഉള്ളിയും കൂടിയിട്ട് നന്നായി വഴറ്റുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് കൈമ റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വെള്ളത്തിനകത്തേക്ക് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ റൈസ് മൊത്തം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇത് തുറന്ന് വെച്ചിട്ടൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഇതിങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത്, വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കേട്ടോ. ഈ സമയത്ത് വെള്ളം മൊത്തം അങ്ങ് പോയി, ഓൾമോസ്റ്റ് വെള്ളം 99% പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്ത് കുക്കറിൽ അടച്ച് വയ്ക്കാം. വിസിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോൾ റൈസൊക്കെ നല്ല അടിപൊളിയായി വെന്ത് കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടി ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ടാൽ കുറച്ചുകൂടി അടിപൊളി ഫ്ലേവർ വരുന്നുള്ളത് കൊണ്ട് ചിക്കൻ മസാലയും കുറച്ച് മീറ്റ് മസാലയും കൂടി ഒരു കളറിനും എല്ലാത്തിനും കൂടി വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം അങ്ങ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സംഭവം അവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ബാംഗ്ലൂർ സ്റ്റൈൽ എഗ് റൈസ്. അപ്പോൾ എങ്ങനെയാ ഉണ്ടാക്കി നോക്കുകയല്ലേ?